ഗൈസ് വെൽക്കം ടു സെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീക്ക് 8 തീരാൻ പോവുകയാണ്. വീക്ക് 8 എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുള്ള കമൻറ്റ് കണ്ടിരുന്നു. 2-3 തവണ പറഞ്ഞുകൊണ്ടാണ് ഡെയിലി പറയാത്തത്. അതായത് ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ആ ഒരു ട്രമെൻഡസ് കുറേ നാൾ നമ്മൾ ഇങ്ങനെ ഒരു റീഅക്യുമുലേഷൻ ഫേസ് ഉണ്ടായിട്ടില്ലേ, കഴിഞ്ഞ ഒരു 7 മാസത്തോളം. അതിന് ശേഷമുള്ള ആ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പുതിയൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് 69 നിന്ന് 99ലേക്ക്. ആ ഗ്രോത്ത് സംഭവിച്ചത് ഏകദേശം നവംബർ, എനിക്കൊന്ന് റിസൾട്ടിൻ്റെ ഒരു നവംബർ 3-4 അങ്ങനെ റേഞ്ചിലാണ്. അത് വെച്ചിട്ട് നമ്മൾ വീക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീക്ക് പറയുന്നത്. അപ്പോൾ പൊതുവേ ഹിസ്റ്ററി പ്രകാരം നോക്കുന്ന സമയത്ത് വീക്ക് 6, 7, 8 ഇടയ്ക്ക് 9 മാത്രമേ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യപ്പെട്ടു BTC റീട്രേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ട്രേഡും നിർത്തി കുറച്ച് നാളത്തേക്ക് ഗ്രൂപ്പിലേക്ക് സ്പോട്ട് അക്യുമുലേഷൻ USDT സെറ്റാക്കണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. 100K അടിച്ച സമയത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞത് 100K ചതിക്കുഴി ഈ ഒരു സമയത്ത് കുറേ ആൾക്കാർ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചൊരു 3 ആഴ്ചയായിട്ട് എന്താ മാർക്കറ്റിൽ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു ഡൗൺ, ഒരു ഉഷാറില്ലാണ്ട്. ഇപ്പോൾ ഡോജ് കോയിനിന് ഉദാഹരണം എടുക്കാം. 0.48 വരെ കയറിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി 0.32, 0.27 ആക്കൊന്ന് 0.2726 വരെയൊക്കെ കുറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോൾ 0.32 എന്നിട്ട് പുതിയതായിട്ട് വരും. ഇപ്പോൾ നിങ്ങളിൽ കാണുന്നവരൊക്കെ ഭയങ്കര സജീവമായിട്ട് മാർക്കറ്റിലുള്ളവരല്ലേ. ഒരു പുതിയൊരാൾ ആദ്യമായിട്ട് കഴിഞ്ഞ ഈ പറയുന്ന എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ, ഈ 69-99 ഡോജ് കോയിൻ എന്ന് പറയുന്നത് 0.09 0.4 ഒക്കെ 0.32 ഒക്കെ വരെ കയറിയിട്ട് പിന്നെയല്ലേ 0.48 ഒക്കെ വരെ കയറുന്നത്. അപ്പോൾ ഒരു 0.32 അല്ലെങ്കിൽ ഒരു 0.40 വന്ന ഒരു ന്യൂബി, അതായത് പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഇപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ, അവർക്ക് മുമ്പത്തെ ഈ 6 മാസത്തെ റീഅക്യുമുലേഷൻ പീരീഡോ ബിയർ മാർക്കറ്റിലെ ആ ഒരു ബുദ്ധിമുട്ടോ ക്രിപ്റ്റോ മാർക്കോ ഒന്നും അറിയില്ല. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ക്രിപ്റ്റോയിലേക്ക് വന്നു, USDT ഇട്ടു, വാങ്ങി, ഡോജ് കോയിൻ വാങ്ങി, ഡോജ് കോയിൻ കയറുന്ന കണ്ടു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മൂപ്പർ നോക്കുമ്പോൾ ഫുൾ ഡാർക്ക്, 0.27 വരെ കുറയുന്നു. ഇപ്പോൾ ഇതാ 0.32-33 വരെ ആകുന്നു, പിന്നെയും 0.31 ആകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇത് എന്ത് മാർക്കറ്റാണെന്ന് പറയാം, ഒഴിവാക്കി പോയാട്ടെ, ഇത് മതിയാക്കി, നമുക്ക് ഈ സീൻ വേണ്ട, ഞാൻ എൻ്റെ വിഡ്രോ ചെയ്തോ, ഇനിയും കുറഞ്ഞ വെറുതെ നഷ്ടമാണ് എന്നാൽ ആരല്ലോ പറയടാ, ഇനിയും കുറയുമല്ലോ, എടാ BTC 80K 60K എത്തുമല്ലോ, ഇനി പഴയ പോലെ ആവുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പേടിപ്പിക്കും ചെയ്യലും കേട്ടെങ്കിൽ ന്യൂസെല്ലാം കാണും. അപ്പോൾ മൂപ്പറെ സംബന്ധിച്ചിടത്തോളം ഉറക്കെ ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ സജീവമായിട്ടുണ്ടോ നോക്കിയാൽ അവരൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടാവും. ആ ഒരു സമയം ഉണ്ടായിട്ടില്ല, ഏത് 69K 89-99ലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന എടാ ഷിബ് ഡോജ് എന്താണ്, ഡോജ് വാങ്ങട്ടെ, ബൈ ചെയ്യട്ടെ, USDT ഉണ്ട്, ഡോജ് എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ ഇവർ ഫ്ലഷ് ഔട്ട് ചെയ്തിച്ചു, അല്ലെങ്കിൽ അവർ സജീവമാവുന്നതിൽ നിന്ന് ഒഴിവാക്കി. കാരണം ഇപ്പോഴും ഏർലി ആയതുകൊണ്ട് റിപ്ലൈ വാങ്ങിയിട്ട് വൻ പ്രോഫിറ്റ് ആണ്ടാന്ന് വെച്ചിട്ട് അവരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കാതിരിക്കുക, അവരെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതാണ് ഈ പറയുന്ന ഫസ്റ്റ് റീട്രേസിന്. ഇതെല്ലാം ബുൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 100K അടിക്കുമ്പോൾ തന്നെ പറഞ്ഞത്. ഇത് നമ്മൾ എപ്പം പറഞ്ഞതാണ്, കുറേ നാൾ മുമ്പേ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിരുന്നു. 6 മാസം എന്താ ഉണ്ടായത്, ഈ പറയുന്ന മാർച്ച് തൊട്ടിട്ട് ഈ പറയുന്ന ഒക്ടോബർ വരെ എത്ര നാൾ 60K BTC ഉണ്ടായിന്, 48K കിട്ടിയിട്ടില്ലേ, എന്നിട്ട് ആർക്കും വാങ്ങാൻ പറ്റിയ. ഷിബ് എത്ര നാൾ, ഡോജ് എത്ര നാൾ ഉണ്ടായിന്, എല്ലാവർക്കും അറിയാലോ ബുൾ മാർക്കറ്റ് വരുമെന്ന്. ഒരു ഐഡിയ ഉള്ളവന് ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലവർക്കും അറിയാലോ ബുൾ മാർക്കറ്റ് വരുമെന്ന്, എന്നിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ. ഇത് അങ്ങനെ ഒരു രീതിയാണ്. ആ ഒരു കുറച്ചൊന്ന് നമ്മൊന്ന് സിസ്റ്റമാറ്റിക്കായി പോയാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇപ്പോഴത്തെ ഡിപ്പ് വന്ന്, അപ്പോൾ ഡിപ്പ് വന്നപ്പോൾ 2 ഓപ്ഷൻസ് അല്ലേ, ഒന്ന് അദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് ആൾക്കാർ, പിന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന 6 മാസത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ നടക്കുന്നുണ്ട്, അപ്പോൾ ഈ ഫസ്റ്റ് റീട്രേസിന് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ഉണ്ട്. ഇപ്പോൾ 2 തരം ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ രണ്ടാമത്തേലായിരിക്കണം. അതായത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം 60K കുറേ നാളുണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫ്ലഷ് ഔട്ട് പീരീഡാണ്. ഈ പീരീഡ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എപ്പോഴും ഉള്ള പോലെ വീണ്ടും ഈ ഡോജും ഷിബും ആയാലും എല്ലാ മാർക്കറ്റും വീണ്ടും ആൾട്ട് മാർക്കറ്റ് അപ്പാവും. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ പണ്ട് പോയവർ തിരിച്ചു വരും, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരും. അപ്പോൾ എല്ലാവരും ഫോം അടിക്കും, എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷൻ വരും. വീണ്ടും ഒരു 2-3 ഒരു മാസം 1.5 മാസമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കും. ചിലപ്പോൾ അടുത്ത സെക്ഷൻ ചിലപ്പോൾ നല്ലോണം കത്തി നിൽക്കും. അപ്പോൾ ഭയങ്കര ആവേശത്തിൽ ഇപ്പോഴുള്ളതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ വരും, ഒരു കറക്ഷൻ വരും, അവർ പേടിക്കും. ഇതൊരു സൈക്കിളാണ്. പക്ഷെ നമ്മൾ അതിൽ വീഴരുത്. അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ നിരന്തരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒരു സിമ്പിളാക്കി ഇതാക്കി പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം ബുൾ മാർക്കറ്റിൻ്റെ ഫസ്റ്റാണ്, ഇതിപ്പോൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ധാരണ വെച്ചിട്ട് നമ്മളിപ്പോൾ ബൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന അക്യുമുലേഷന് ശേഷമുള്ള ആ ഒരു മെയിൻ പീരീഡിൻ്റെ സമയത്ത് നമ്മുടെ ഗ്രീഡികൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതായത് നമ്മൾ ലക്ഷ്യം ഇപ്പം തന്നെ ബൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ലക്ഷ്യം വെക്കുക.
അങ്ങ് ഹൈപ്പോത്തറ്റിക്കൽ ലക്ഷ്യം മറ്റേ ഒരു 100 കോടി അങ്ങനത്തെ ലക്ഷ്യമൊന്നും വെക്കല്ലേ, ഒരു 100 ഉറുപ്പിക ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു $100 ഇട്ടിട്ട് $10,000 ആയിട്ട് വിൽക്കാം, അങ്ങനെയുള്ള ലക്ഷ്യമല്ല. നിങ്ങളിപ്പം തന്നെ നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന ഒരു പ്രോഫിറ്റ് ഇല്ലേ, ഉദാഹരണത്തിന് $100 എന്ന് ഇപ്പം വാങ്ങിയ ഒരാൾ ഒരു $400 ആയിക്കഴിഞ്ഞാൽ ഞാൻ ആ കോയിൻ, എൻ്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു 300-400 ആയിക്കഴിഞ്ഞാൽ ഞാനത് വിൽക്കാൻ തീരുമാനിക്കാൻ തുടങ്ങുമെങ്കിൽ ചെയ്യും എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളിപ്പം ബൈ ചെയ്തതെല്ലാം അത് നിങ്ങളിപ്പോൾ മുമ്പ് ബൈ ചെയ്തു, നിങ്ങൾ ടോട്ടൽ ബൈ ചെയ്തത് ഇപ്പോൾ ഒരു $1000 ആണെന്നിരിക്കും, പക്ഷെ അത് പണ്ട് വാങ്ങിയതുണ്ട്, ഇപ്പം വാങ്ങിയതുണ്ട്, എല്ലാം കൂടി നിങ്ങൾ ബൈ ചെയ്ത കണക്ക് ഒരു $1000 ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒരു എയിം വെക്കണം. ഇന്ന പൈസ എത്തുമ്പോൾ എന്ത് മാങ്ങയും തേങ്ങയായാലും, എന്ത് മാർക്കറ്റ് ഫോമോ അടിച്ചാലും, എന്ത് സെറ്റപ്പ് ആയാലും ഞാൻ അതിൽ നിന്ന് ഒരു 80% ഞാൻ വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 80% ഞാൻ വിഡ്രോ ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്യണം. അതെന്താണെന്ന് അറിയാം, അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആവാം. ഇപ്പോൾ ചില ആൾക്കാർ ബൈ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ലേ, കുറയുന്നുണ്ടോ, ഇനിയും കുറയോ എന്ന് ചിന്തിക്കും. എന്നിട്ട് മാർക്കറ്റ് ഒന്ന് കയറുമ്പോൾ വേഗം വാങ്ങും. അപ്പോൾ നോക്കും മാർക്കറ്റ് വീണ്ടും കുറയും, എടാ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് പണി അടിച്ചേ, പിന്നെ ആ കൂടുതൽ സങ്കടപ്പെടും. കുറേ ആൾക്കാർ വിൽക്കണോ, വേണ്ട ഇപ്പം ബൈ ചെയ്യുക, കയറുന്നില്ല ഇല്ല, എന്നിട്ട് മാർക്കറ്റ് കുറയുന്ന സമയത്ത് അയ്യോ എന്നിട്ട് വിൽക്കും. ഈ ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടെങ്കിൽ ഞാനൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യലുണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഞാൻ ബുൾ മാർക്കറ്റ് പീക്കാകുന്ന മുമ്പ് തന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നമ്മൾ 10x കോയിൻ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 10x റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പേ ജാനുവരി തൊട്ടേ ഇട്ടതാണ്, ഈ ജൂലൈയിലെ ലാസ്റ്റ് ഇട്ടത്. ആ കോയിൻസ് നമ്മൾ ഈ ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഒരു ലെവൽ പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മളിത് ബുക്ക് ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്യണം. കാരണം എന്താ പറയുക, നമുക്ക് എന്തിനാ 100% ഒന്നും എയിമൊന്നും ചെയ്യണ്ട, നമുക്ക് ബുൾ മാർക്കറ്റിന് 100% കിട്ടണം അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് കിട്ടൂല. നമുക്ക് എയിം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ളതിനെക്കാട്ടിയും 1% പ്രോഫിറ്റ്, ഒരു ഗെയിന്, അത് ഈ ബുൾ മാർക്കറ്റിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ അടുത്ത ബുൾ മാർക്കറ്റ് ആകുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സെറ്റപ്പ് മതി നമുക്ക്. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബുൾ മാർക്കറ്റ് ആയാലും ബിയർ മാർക്കറ്റ് ആയാലും അൾട്ടിമേറ്റ് പ്രോഫിറ്റ് എടുക്കുന്നത് വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് ഉള്ളൂടാ. കാരണം എന്താ പറയുക, ഈ ബുൾ മാർക്കറ്റ് ഇങ്ങനെ നിന്ന് ലാസ്റ്റ് ഡൗൺ ആയി, പിന്നെ ഡൗൺ ആയി, അന്ന് കിട്ടിയത് $100 ഉണ്ടായിന് ഈ കോയിന്, ഞാൻ ഇപ്പോൾ 80 വിൽക്കല, അതും പറ്റില്ല, 40 ആയി, ഇനി 80 ആവട്ടെ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ലാസ്റ്റ് കുറേ നാൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടാവില്ല, ഇനിയും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കും. ചില ആൾ SIP പോലെ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസമൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്തായാലും നിങ്ങൾ വീണ്ടും ബൈ ചെയ്യുക. അങ്ങനെ വീണ്ടും ബൈ ചെയ്തവർ അതിനനുസരിച്ചുള്ള ഒരു ഹൈക്ക് വെച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് ചോദിക്കണത് ഈ ഹൈക്ക് വേണം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെക്കാൻ എന്നറ അങ്ങനെയായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരെന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു 50%, അതായത് എങ്ങനെ നടക്കൂല, ആ പോയിന്റിലൊന്നും നമുക്ക് സെല്ല് നമുക്ക് പറ്റില്ല, നമുക്ക് അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അതായത് ഉദാഹരണത്തിന് $100 ഞാൻ പറഞ്ഞാൽ ഒരു 400 ആയിക്കഴിഞ്ഞാൽ അയ്യോ ഇന്ന് പോയാടെ ബുൾ മാർക്കറ്റിൽ 400 ആയില്ല $300. അങ്ങനെ ചിന്തിക്കും. ഞാൻ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു. അവരെന്ത് ചെയ്യുന്നറിയാം, ഓരോ പ്ലാൻ ചെയ്യും. അതായത് ഉദാഹരണത്തിന് $1000 ഇട്ട ഒരാൾ ഇതൊരു 3000 ആകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, 25%, അത് എല്ലാവരും ചെയ്യണ്ടേ, നന്നായില്ലവരാ എല്ലാവരും, നിങ്ങൾ നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1000 ഉള്ളവർ ഒരു ലേറ്റ് എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു 50% ബുക്ക് ചെയ്ത് ബാക്കി റൈഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇനി ഇതൊന്നും പറ്റൂല, നമുക്ക് അതൊന്നും നടക്കൂല, തൻ്റെ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് ചിന്തിക്കുന്നവർ, നിങ്ങൾ ഈ പ്രോഫിറ്റ് ഇല്ലേ, ഈ പറയുന്ന സ്പോട്ടിലെല്ലാം വാങ്ങിയ സാധനമില്ലേ, അതെന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു ലക്ഷ്യം വെക്കുക. അത് ഇന്ന കോയിൻ കയറണം, ഇന്ന കോയിൻ കയറി അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല, ടോട്ടൽ ലക്ഷ്യം വെക്കണം. അതല്ലെങ്കിൽ ഓരോ കോയിൻ കയറുന്നതിനനുസരിച്ച് നിന്നാൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈമായി നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺസ് വന്നിട്ടില്ല, ആ കോയിൻ കുറേ നാൾ ഹോൾഡ് ചെയ്ത് ഇവിടുന്ന് ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ആ കോയിൻ നഷ്ടത്തിലായതുകൊണ്ട് പോയി എന്നുള്ള വാർത്താനം കേൾക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പം തന്നെ ഒരു എയിം ചെയ്യുക. ആ എയിം തന്നെ ഇടയ്ക്കിടെ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇന്ന പോയിന്റ് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന എല്ലാ കോയിൻസും കൂടിയിട്ട് ടോട്ടൽ മാർക്കറ്റ് ഉള്ള ഹോൾഡിങ് ഇന്ന് എടുത്തെത്തുമ്പോൾ ഞാൻ 50% ബുക്ക് ചെയ്യും. എന്ന് ബാക്കിയുള്ള 50% അവിടുന്ന് വീണ്ടും ഒരു ലക്ഷ്യം വെക്കും. ഇപ്പോൾ ഉള്ള 50 നിന്നുള്ള ഇത്ര ശതമാനം ആകുമ്പോൾ ഞാൻ വീണ്ടും 50% ബുക്ക് ചെയ്യും. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ ഇത് സിസ്റ്റമാറ്റിക് ആക്കാൻ പറയാൻ കാരണം, ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ശരിക്കും വിൽക്കാനാണ് ചിന്തിക്കേണ്ടത്. വാങ്ങേണ്ടല്ലേ, നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, അങ്ങനെ ആറ്റിറ്റ്യൂഡ് എത്തി നമുക്ക്. അതായത് നമ്മൾ വാങ്ങേണ്ട ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ മിന്നാന്ന് ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് വാങ്ങുന്ന കാര്യം പറയുന്നു, വിൽക്കുന്ന കാര്യം പറയുന്നില്ല എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഓക്കെയാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് എല്ലാ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങ് വിൽക്കുന്നതെന്ന് പറയാം. പക്ഷെ അത് അദ്ദേഹം ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒന്നാമത് അദ്ദേഹം
ഇടക്ക് വന്നുകൊണ്ടൊരു വീഡിയോ കാണുന്നു. അപ്പോൾ എന്താണ് ആ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴായിരിക്കും അധികം പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ മാർക്കറ്റിൽ വരുന്നവരായിരിക്കും. അപ്പോൾ അവരാണ് ആ സമയത്തൊക്കെ വിൽക്കുക എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആണല്ലോ. ഞാൻ മാർക്കറ്റ് അപ്പാവുന്ന സമയത്ത് അധികം പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ലക്ഷ്യം വെക്കുക. വാങ്ങണ്ടെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 7 മാസം ആകുമ്പോൾ ഡിഫറെൻ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സംസാരിച്ച ഒരു ഫെബ്രുവരി ആകുമ്പോൾ പുതിയ ആൾക്കാർ മാർക്കറ്റിൽ വരും. അന്നും നമുക്ക് അവരോട് എന്താ ചെയ്യേണ്ടത്, സാറിൻ്റെ ബുക്കാനാ പറയും, നമ്മൊന്നും വാങ്ങിയിട്ടില്ല, സാറിൻ്റെ ഇങ്ങനെ ബുക്കാൻ പറഞ്ഞാൽ നടക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അവർക്ക് ഇന്ന് ഡേഞ്ചർ സൂചനകൾ നൽകി ഒരു പ്രോഫിറ്റ് റേഷ്യോ കുറഞ്ഞിട്ട് അന്നേരം നമ്മൾ വാങ്ങേണ്ട ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കി സംസാരിക്കണം. ഇപ്പോൾ ഉള്ള പ്രസൻറ്റിൽ നിങ്ങളോട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ വാങ്ങിയ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് സെറ്റ് ചെയ്യും. ലക്ഷ്യങ്ങൾ ചെറുത് മതി. ഒരിക്കലും മറ്റേ അങ്ങനെയല്ല നമ്മൾ അത് ആ ലെവലിലേക്ക് എത്തും. അടുത്ത ബുൾ മാർക്കറ്റ്, അതിൻ്റെ അപ്പുറത്തെ ബുൾ മാർക്കറ്റ്, ആദ്യത്തെ ബുൾ മാർക്കറ്റ് ആണോ അല്ല നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് സെൽഫായിട്ട് മതി. എത്ര ഒരു നാട്ടിലൊരു കട തുടങ്ങിയാൽ തന്നെ ലാഭം കിട്ടും, എത്ര നാളെടുക്കും. അപ്പോഴാണ് ഈ ഒരു 6 മാസം ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വലിയ ലക്ഷ്യം വെക്കുന്നത്. അത് ഹൈപ്പോത്തറ്റിക്കലാക്കുന്ന മിസ്റ്റേക്കാണ്. ഞാൻ നിങ്ങളോട് പറയാമല്ലേ, അത് നമ്മൾ ഈ പറയുന്ന ബുൾ മാർക്കറ്റ് ആയാലും വളരെ ചുരുങ്ങിയ പേരെ പ്രോഫിറ്റ് വരുന്നുള്ളൂ. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് സിസ്റ്റമാറ്റിക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഓരോന്ന് സെറ്റ് ചെയ്യുക. എല്ലാം കൂടി കൂടുമ്പോൾ ഇത്ര എത്തുമ്പോൾ ഇത്ര വിൽക്കും. അതിൽ വേറെ വർത്താനമില്ല. പിന്നെ ബിറ്റ് കോയിന് മാത്രം ഹോൾഡ് ചെയ്ത് മറ്റേ ലക്ഷ്യം വെക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഓരോ രീതി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നോർമലായിട്ടുള്ള സെറ്റപ്പിലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡയമണ്ട് ഒന്ന് പോടോ, എൻ്റെ 50 ബിറ്റ് കോയിൻ ഉണ്ട്, ഞാൻ ഈ 2016 വാങ്ങിയതാണ്, നീ വിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിറ്റിട്ട്, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരോടല്ലാട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കോമൺ ആയിട്ട് നമ്മളെ പോലത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഈ സെറ്റപ്പ് ഒന്നും അല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ഇടാം. ഞാൻ കൂടുതൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ.